അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു മുട്ടച്ചോറ്. നിങ്ങളുടെ കയ്യിൽ തലേ ദിവസം ചോറുണ്ട്, കറികളൊന്നുമില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് മുട്ട. നല്ല ടേസ്റ്റിയാണ്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, തീ കത്തിക്കുക, അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്കൊരു നെയ് റോസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. ഒരു 1.5 സ്പൂണ് നെയ്യ് ഒഴിക്കുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഇതൊക്കെയാണ്. ഒരു സവോള, ചെറിയ സവോള അരിഞ്ഞത്, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, ഒരു ക്യാപ്സിക്കൻ്റെ പകുതി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നാച്ചുറലി ചോറ്, 2 മുട്ട. അപ്പം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മുടെ ഉള്ളി ഇടും. സവോള ആദ്യം ഇടുക, ഇളക്കുക. തീയൊരു മീഡിയം ടു ഹൈ റേഞ്ച് വെച്ചാൽ മതി. അതുപോലെ ഈ ഉള്ളി വല്ലാണ്ട് മൂത്ത് വരികയൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിടുക. വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിനകത്തേക്ക് ഇടുക. ഒരു 2 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇടുക. വീണ്ടും ഒരു 2 സെക്കൻഡ് ഇളക്കുക. തക്കാളി, ഒരു 2 സെക്കൻഡ് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 സ്പൂൺ മതി, അധികമൊന്നും വേണ്ട. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒരു 1.5 സ്പൂൺ ഇടുക. നന്നായി ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഇളക്കി മാത്രം മതി. ചില ആൾക്കാർ പറയുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കാമെന്നൊക്കെ. ചുണം മാറുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക,
ഒരു റോ ടേസ്റ്റ് നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് 2-3 സെക്കൻഡ് നേരം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് കിട്ടും. മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് മൂക്കും. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇടണ്ട, പകരം കുരുമുളക് പൊടി ഇട്ടാൽ മതി. അത് അവസാനം ചെയ്താൽ മതി. ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചു വയ്ക്കും. ഒരു 2 മുട്ട. നന്നായിട്ട് ചിക്കിപ്പിടിക്കുക. നമ്മൾ സാധാരണ ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ നന്നായിട്ട് ചിക്കിപ്പിടിക്കുക. തീ ഒരൽപ്പം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാവുമെന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. നന്നായിട്ടൊന്ന് ചിക്കിപ്പിടിക്കുക. ഫുള്ളായിട്ട് ആ ലിക്വിഡ് നഷ്ടപ്പെടണ്ട. ലിക്വിഡ് നിൽക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ചോറിടും. ഇപ്പം ഞാനിവിടെ 3 കയ്യില് ചോറാണ് ഇടുന്നത്. 3 മുതൽ ഒരു 6 കയ്യില് ചോറ് ഇടുകയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഒന്നും അഡീഷണലായിട്ട് കൂട്ടിനി പറ്റും. ചോറിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഒന്ന് കോഴിമുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ടേസ്റ്റിലേക്ക് എത്തും. ഇത്രയും ആയതിനു ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കവും അതുപോലെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ്. 1-1.5 സ്പൂൺ കൂടാം, കൂടൊന്നുമില്ല. വീണ്ടും നന്നായി ഇളക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അല്പം മല്ലിയില വേണമെങ്കിൽ ഇടാം. അത് ഒരു ടേസ്റ്റും കാണാനൊരു ഭംഗിയും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതല്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചില ആൾക്കാർ ഇതിൽ പുളി ചേർക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പുളി ചേർക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ഫുഡ് റെഡിയാണ്.